പ്രതിസന്ധികളും ഒപ്പം കുറേ യാഥാർത്ഥ്യങ്ങളും ജനങ്ങളുടെ ഇടയിലേക്കും നിങ്ങളുടെ ഇടയിലേക്കും കൃത്യമായ വിവരണം തരുവാൻ വേണ്ടിയുള്ള ഒരു പത്രസമ്മേളനമാണിത്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം അർപ്പിക്കുന്നു. ഒപ്പം ഞങ്ങളെ പരിചയപ്പെടുത്തുന്നു. കോട്ടയം ഡിസ്ട്രിക്ട് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ കോട്ടയം ജില്ലാ പ്രസിഡൻ്റാണ്. എൻ്റെ പേര് ജാക്സൺ സി ജോസഫ്. ഇത് ജനറൽ സെക്രട്ടറി, കോട്ടയം ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കെ സുരേഷ്, ജില്ലാ ട്രഷറർ വിനോദ് കെ ജോർജ്, വൈസ് പ്രസിഡന്റ് പി ചാക്കോ പുല്ലത്തിൽ, ജോയിൻറ്റ് സെക്രട്ടറി പ്രസാദ് ജി ജയകൃഷ്ണൻ ഡാൻഡി സെലക്സ്, താലൂക്ക് പ്രസിഡന്റ് പാലായിലെ താലൂക്ക് പ്രസിഡന്റാണ്. സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പ്രിയദർശിനി പദ്ധതി സ്ത്രീകളുടെ സൗജന്യ യാത്ര സംബന്ധിച്ച് ഞങ്ങൾ വളരെ അങ്കലാപ്പിലാണ്. ഞങ്ങളെ സംബന്ധിച്ച് സ്ത്രീ സൗജന്യ യാത്ര തുടങ്ങിയതിൽ പിന്നെ ഒരു ബസ്സിന് ഏകദേശം 500 രൂപ മുതൽ 4000 രൂപ വരെയുള്ള യാത്രക്കാരുടെ കുറവ് ഓരോ ബസ്സിനും ഇപ്പോഴുണ്ട്. ഒരു രീതിയിലും ഡീസൽ അടിച്ച് മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ തൊഴിലാളികളുടെ ശമ്പളം കൊടുത്ത് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാനോ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി. യാഥാർത്ഥ്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. വന്ന് ഞങ്ങളുടെ സ്റ്റാൻഡുകളിൽ പോലും ആളുകൾ വരാത്ത ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. സ്ത്രീജനങ്ങൾ ഞങ്ങളുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളിൽ വരേണ്ട കാര്യമില്ല. ഒരല്പം താമസിച്ചാലും KSRTC സ്റ്റാൻഡുകളിൽ തന്നെ നിന്ന് യാത്ര ചെയ്ത് അവിടെ നിന്ന് തന്നെ പോകേണ്ട ഒരവസ്ഥയിലേക്ക് പോകുന്നു. സ്റ്റാൻഡുകളിലെ കടക്കാരോട് ചോദിച്ചാൽ അതെല്ലാം നിങ്ങൾക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഡീസലിൻ്റെ വില വർധനവ്, അടുത്തിടയിൽ ഡീസലിൻ്റെ വില വർധനവ് മൂലം ഞങ്ങൾക്ക് സാമ്പത്തിക നഷ്ടമാണ്. ഇതിൻ്റെ എല്ലാം കാരണം പറഞ്ഞ് പല തവണ ഞങ്ങൾ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും ചേർത്ത് നിർത്താം, നിലനിർത്താം, പരിഗണിക്കാം എന്നുള്ള പറച്ചിലല്ലാതെ ഞങ്ങളെ ഇതുവരെ ചേർത്ത് നിർത്തുകയോ പരിഗണിക്കുകയോ നിലനിർത്തുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞങ്ങളുടെ സംഘടനയുമായി ഞങ്ങൾ പലതവണ നിവേദനങ്ങൾ സർക്കാരിലേക്ക് കൊടുത്തെങ്കിലും ഞങ്ങളുടെ സംഘടനയുമായി നാളിതുവരെ ഒരു ചർച്ചയ്ക്കോ ഞങ്ങളുമായിട്ടുള്ള ഒരു സംസാരത്തിനോ നാളിതുവരെ ഇവിടുത്തെ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യവും കൂടിയുണ്ട്. ചേർത്ത് നിർത്തും, പരിഗണിക്കും എന്നുള്ള ഉറപ്പിന്മേൽ ഞങ്ങൾ വളരെയധികം ഈ ഒരു ബഡ്ജറ്റിൽ അങ്ങേയറ്റം പ്രതീക്ഷിച്ചു. ബഡ്ജറ്റിൽ ഞങ്ങളെ ചേർത്ത് നിർത്തും എന്നുള്ള ഒരു പ്രതീക്ഷയുടെയിലായിരുന്നു ഞങ്ങൾ ഇത്രയും നാൾ ഇരുന്നത്. ബഡ്ജറ്റ് വന്നപ്പോൾ 50% ഞങ്ങളുടെ റോഡ് ടാക്സ് കുറച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് ഞങ്ങൾ അംഗീകരിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ ഒരു യാഥാർത്ഥ്യവും കൂടെ നിങ്ങളെ മനസ്സിലാക്കി തരുവാനാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. റോഡ് ടാക്സ് എന്ന് പറയുന്ന ഇനത്തിൽ ഏതാണ്ട് ഒരു വർഷം 100 കോടി രൂപ ഞങ്ങൾ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് കൊടുക്കുന്ന ഒരു വ്യവസായമാണ് ഞങ്ങളുടെ സ്വകാര്യ ബസ് മേഖല. അതിൽ നിന്നും 50 കോടി രൂപ കുറച്ചു എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്, സത്യവുമാണ്. പക്ഷേ അതിൻ്റെ ഒരു നിജാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ജസ്ഥിതി ഞങ്ങളെ സംബന്ധിച്ച് 3 മാസം കൂടുമ്പോൾ ഒരു ക്വാർട്ടർലി 24,000 രൂപയാണ് ഒരു വണ്ടിയുടെ ടാക്സ്, ഒരു ബസ്സിൻ്റെ ടാക്സ്. ഏറെക്കുറെ 250 രൂപ, 240 രൂപ, 250 രൂപ റേഞ്ചാണ് നമുക്ക് വരുന്നത്. ടാക്സ് 50% കുറയ്ക്കുമ്പോൾ നമുക്ക് കേവലം 120 രൂപ മുതൽ 140 വരെ, അത് സീറ്റുകളുടെ വ്യത്യാസം അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഞങ്ങളുടെ വണ്ടികൾ തമ്മിലുണ്ട്. അത് 120 മുതൽ 140 വരെയുള്ള ഒരു വ്യത്യാസം മാത്രമാണ് ഞങ്ങൾക്കൊരു ദിവസം കിട്ടുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഒരു ദിവസം 500 രൂപ മുതൽ 4000 രൂപ വരെ സ്ത്രീജനങ്ങൾ ഞങ്ങളിൽ നിന്ന് മാറിപ്പോയപ്പോൾ ഉണ്ടായ നഷ്ടം നിജപ്പെടുത്താനായിട്ടോ അല്ലെങ്കിൽ ഇത് താരതമ്യം ചെയ്യാനോ എങ്ങും എത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ജനങ്ങളുടെ ഇടയിലേക്കും മറ്റുള്ളവരുടെ ഇടയിലേക്കും ഇത് എത്തിച്ചേരേണ്ടതുണ്ട്. സർക്കാർ പറയുമ്പോൾ അവർ പറയുന്ന 50 കോടി രൂപ നമുക്ക് വേണ്ടി റോഡ് ടാക്സ് ഇനത്തിൽ കുറച്ചു എന്ന് പറയും. 50% റോഡ് ടാക്സ് കുറച്ചിട്ടും നിങ്ങൾക്ക് എന്താ തികയുന്നില്ല എന്ന് തോന്നും. യാഥാർത്ഥ്യം ഇതാണ്. 4000 രൂപ വരെ പോകുന്ന ഒരു വണ്ടിക്ക്
വെറും 120 രൂപ കുറഞ്ഞു കിട്ടിയാൽ ഈ പ്രസ്ഥാനം എങ്ങനെ മുന്നോട്ട് പോകും? ഞങ്ങളെ ഒരു ബസ്സിന് 4000 രൂപ കുറവുള്ളപ്പോൾ ഡീസൽ അടിക്കാനുള്ള പൈസയോ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനുള്ള പൈസയോ ഇല്ലാതാകുമ്പോൾ ഈ പ്രസ്ഥാനം നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും. ഇത് മാത്രമല്ല, ഈയിടെ 8 രൂപയിലധികം ഡീസലിന് വില വർദ്ധിച്ച ഐറ്റത്തിൽ തന്നെ ഞങ്ങൾക്ക് ശരാശരി 70 ലിറ്റർ ഡീസൽ അടിക്കുന്നവരിൽ ഒരു ദിവസം 560 രൂപ ഞങ്ങൾക്ക് കുറവ് വന്നിട്ടുണ്ട്. അതുപോലും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റാത്തൊരു തുകയാണ് ഈ 120 രൂപ. ഒരു ദിവസം ഡീസലിൻ്റെ ഐറ്റത്തിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് 8 രൂപ വർദ്ധിച്ചെന്നുള്ളത്. അതുപോലും 860 രൂപ ഒരു ദിവസം ഞങ്ങൾക്ക് കുറവുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ സ്ത്രീജനങ്ങൾ ഇല്ലാതായതിൻ്റെ വലിയൊരു കുറവ് വന്നിരിക്കുന്നത്. ഏതാണ്ട് 5000 കോടി രൂപ മുതൽ മുടക്കുള്ള ഒരു വ്യവസായമാണ് ഇവിടുത്തെ ബസ് വ്യവസായം, സ്വകാര്യ ബസ് വ്യവസായം. 50,000-ത്തിലധികം തൊഴിലാളികൾ പ്രത്യക്ഷമായും 50,000-ത്തിലധികം പരോക്ഷമായും ജോലി ചെയ്യുകയും അവരുടെ കുടുംബാംഗങ്ങളും ഒരു 10,000-ത്തിലധികം ഉടമകളും ജീവിക്കുന്ന ഒരു വ്യവസായമാണ്. ഇതിനെ നിലനിർത്തേണ്ടത് ശരിക്കും ഇവിടുത്തെ സർക്കാരിൻ്റെ ഒരു ബാധ്യത കൂടിയാണ്. അത് പരിഗണിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. KSRTC പല മേഖലയിൽ നിന്നും നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. KSRTC പല രീതിയിൽ വാടകയ്ക്ക് എടുക്കുന്നുണ്ട്, പല വണ്ടികൾ വാടകയ്ക്ക് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്കും പറയാനുള്ളത്, ഞങ്ങളുടെ വണ്ടി ഞങ്ങൾ വാടകയ്ക്ക് തരാം. ഞങ്ങളുടെ വണ്ടിയും വാടകയ്ക്ക് വരാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ഇതെനിക്ക് തോന്നുന്നു അവർ ഞങ്ങളുടെ വണ്ടിയെക്കുറിച്ച് വാടകയ്ക്ക് എടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നില്ല. ഇതിനകത്തെല്ലാം വേറൊരു അജണ്ട ഉണ്ടാവുമെന്ന് തന്നെ ഞങ്ങൾക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പല സ്ഥലങ്ങളിൽ നിന്നും പല സ്വകാര്യ വ്യക്തികളിൽ നിന്നും വാടകയ്ക്ക് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ ഓടിക്കൊണ്ടിരിക്കുന്ന, ഞങ്ങൾ നിലനിന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രസ്ഥാനം ഞങ്ങൾ വാടകയ്ക്ക് തരാമെന്ന് പറയുന്നത് അവർ കേൾക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൻ്റെ പുറകിൽ വലിയൊരു അജണ്ടയുണ്ടോ? വൻകിട ശക്തികൾക്ക് ഇവിടുത്തെ പൊതുമേഖല, ഗതാഗതം മറിച്ചു വയ്ക്കാനുള്ള ഒരു ശ്രമമാണോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനിയൊരു ബസ് ചാർജ് വർധനവ് എന്ന് പറയുന്നത് നമുക്ക് പ്രായോഗികമല്ല. ഒരു വശത്ത് ഫ്രീ കൊടുക്കുകയും മറുവശത്ത് ബസ് ചാർജ് വർദ്ധിക്കുകയും ചെയ്ത് ഇനിയും ഞങ്ങളിൽ നിന്ന് ആളുകൾ പോവുക മാത്രമേ ചെയ്യുള്ളൂ. ഒരു ബസ് ചാർജ് വർധനവ് കൊണ്ടോ ഒന്നും ഇനി ഈ പ്രസ്ഥാനം നിലനിൽക്കില്ല എന്ന് പറയാനുള്ളൂ. ഇത് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ നമ്മുടെ പ്രസ്ഥാനം ഞങ്ങൾക്ക് ഓടിക്കാൻ വയ്യാതെ ഒരു സമരം പോലും വേണ്ട, അല്ലാതെ തന്നെ ഇത് നിന്നു പോകുന്ന ഒരു അവസ്ഥയിലാണ്. ആയതിനാൽ സർക്കാർ ഇതിൻ്റെ ഞങ്ങളെ ചേർത്ത് നിർത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളുടെ വണ്ടികൾ ഞങ്ങളതിനൊരു സർക്കാരിൻ്റെ മുമ്പിൽ ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. ആ പ്രപ്പോസൽ പരിഗണിക്കണം എന്നാണ് ഇതിനകത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ പ്രപ്പോസൽ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും, ഞങ്ങളുടെ സെക്രട്ടറി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. ആ ഒരു കാര്യം കൃത്യമായി എന്ത് സംശയങ്ങളും നിങ്ങൾ ചോദിക്കാം, അതിനുള്ള മറുപടിയായിട്ടാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. ഇവിടുത്തെ പൊതുഗതാഗതം ഏറ്റവും നല്ല രീതിയിൽ, ഒരു മത്സരമോട്ടമില്ലാതെ ഏറ്റവും നല്ല രീതിയിൽ സർവീസ് നടത്തത്തക്ക രീതിയിൽ ഉള്ളൊരു പ്രപ്പോസലാണ്. ഈ കേരളത്തിൽ ഒരു പൊതു ഗതാഗത നയം തന്നെ കൊണ്ടുവന്ന് ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുവരാനുള്ള ഒരവസരം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അത് വിശദീകരിക്കുവാനായിട്ട് ജനറൽ സെക്രട്ടറി ഞമ്മയ്ക്കുകയാണ്. സ്ത്രീകളുടെ സൗജന്യയാത്ര ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ച സമയം മുതൽ തന്നെ ഞങ്ങൾ സ്വകാര്യ ബസ്സുകളോട് സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന കാര്യമാണ്. കാരണം ഈ കേരളത്തിലെ 3000-ഓളം KSRTC ഓർഡിനറി ബസ്സുകളാണ് നടപ്പാക്കിയിരിക്കുന്നത്. 3000-ഓളം ഓർഡിനറി സർവീസുകളും ഏതാണ്ട് 10,000-ന് മുകളിൽ സ്വകാര്യ ബസ്സുകളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതായത് 80% ഓർഡിനറി സർവീസും നടത്തുന്നത് സ്വകാര്യ ബസ്സുകളാണ്. അപ്പം 20% KSRTC ബസ്സുകളിൽ ഈ സൗജന്യ യാത്ര നടപ്പാക്കുമ്പം ഏതാണ്ട് 20-25% സ്ത്രീകൾക്ക്, ഒരു 20% സ്ത്രീകളും, പിന്നെ അധികമായിട്ട് സൗജന്യ യാത്ര നടപ്പാക്കിയതുകൊണ്ട് ഒരു 10% വരെ സ്ത്രീകൾ കയറിയാൽ പോലും 30% സ്ത്രീകൾക്കാണ് ഈ സൗജന്യ യാത്രയുടെ പ്രയോജനം ലഭിക്കുക. ബാക്കി 70% സ്ത്രീകൾക്ക് സൗജന്യ യാത്രയുടെ പ്രയോജനം ലഭിക്കുന്നില്ല. അപ്പം ഞങ്ങൾ ഈ 80% ഓർഡിനറി സ്വകാര്യ ബസ്സുകൾ നടത്തുമ്പം ഈ KSRTC ബസ്സുകൾ തെക്കൻ ജില്ലകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഓടുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പിന്നെ വയനാട്ടിലും. ബാക്കി 7 ജില്ലകളിൽ താരതമ്യേന തീരെ കുറവാണ്. അതായത് ഇപ്പം നമ്മൾ 41 ലക്ഷം ജനസംഖ്യയുള്ള വയനാട് ജില്ലയിൽ 16 നിയമസഭാ മണ്ഡലമാണ്. 41 ലക്ഷം ജനസംഖ്യയുള്ള വയനാട് ജില്ലയിൽ ഏതാണ്ട് 68-69 ഓർഡിനറി ബസ്സുകളെ ഇപ്പം നിലവിൽ സർവീസ് നടത്തുന്നുള്ളൂ. അതേസമയം തിരുവനന്തപുരം ജില്ലയിലെ
ഏതാണ്ട് 660, കൊല്ലം ജില്ലയിൽ 500-നടുത്തും നമ്മുടെ ഈ തെക്കൻ ജില്ലകളിലാണ് KSRTC ബസ്സുകൾ കൂടുതലായിട്ട് ഓടുന്നത്. അപ്പോൾ ഈ മേഖലയിലാണ് ഈ സൗജന്യ യാത്രയുടെ ദോഷം സ്വകാര്യ ബസ്സുകളെ കൂടുതലായിട്ട് ബാധിക്കുന്നത്. ഇതോ പല ജില്ലകളിലും ഓരോ ജില്ലയിലും ഓരോ രീതിയിലല്ല ബാധിക്കുന്നത്. ഓരോ ജില്ലയിൽ തന്നെ ഓരോ റൂട്ടിലും ഓരോ രീതിയിലല്ല ബാധിക്കുന്നത്. കോട്ടയം ജില്ലയിലാണെങ്കിൽ ഇപ്പോൾ MC റോഡ്, KK റോഡ്, കോട്ടയം ചേർത്തല റോഡ്, അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഈ കുടമാളൂർ മെഡിക്കൽ കോളേജ്, ഈ ഭാഗത്തൊക്കെയാണ് കൂടുതൽ KSRTC ഓടുന്നത്. മറ്റു പല റൂട്ടുകളിലും KSRTC ഇല്ല. അവർക്കും ബാധിക്കുമെങ്കിലും അവർക്ക് ചെറിയ രീതിയിൽ ബാധിക്കുമ്പം ഈ KSRTC കൂടുതലായിട്ട് സർവീസ് നടത്തുന്ന റൂട്ടുകളിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ 3000-4000 രൂപ വരെ കുറവ് വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം മുതൽ സർക്കാരിനോട് പറയുന്നതാണ്, ഞങ്ങൾക്ക് ഈ സൗജന്യ യാത്ര കൊണ്ടുണ്ടാകുന്ന നഷ്ടം എല്ലാവർക്കും ഒരുപോലെയല്ല. അത് ഓരോ ബസ്സുകൾക്കും വരുമാനത്തിൽ വരുന്ന കുറവ് പല രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരേ രീതിയിൽ തന്നെ എല്ലാവർക്കും പിന്നെ ഡീസലിന് സബ്സിഡി തന്നുകൊണ്ടോ അല്ലെങ്കിൽ ടാക്സിൽ ഇളവ് തന്നുകൊണ്ടോ നമുക്ക് ഈ സർവീസ് മുമ്പോട്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുകയില്ല. അതായത് തുറന്നു പറഞ്ഞാലേ ഒരു നഷ്ടം വരാത്ത ഒരു ബസ് ഉടമയ്ക്ക് ഒരു ബസ് നടത്തുന്ന ആളിന് 100-500 രൂപയുടെ എങ്കിലും ഒരു ആനുകൂല്യം കിട്ടില്ല. അവർക്ക് ഒരു അഡീഷണൽ ലാഭം കിട്ടിയതുപോലെയേ ഉള്ളൂ. പക്ഷേ 4000 രൂപയുടെ നഷ്ടം വന്ന ഒരു ബസ് ഉടമയ്ക്ക് ഈ 500 രൂപ കിട്ടിയാൽ അവർക്ക് എങ്ങനെ ഈ സർവീസ് നടത്തിക്കൊണ്ട് പോകാൻ പറ്റും? അതുകൊണ്ട് ഈ സർവീസുകൾ ഈ സൗജന്യ യാത്ര കൊണ്ടാകുന്ന നഷ്ടം നികത്താനായിട്ട് കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾക്ക് എല്ലാവർക്കും ഒരേ രീതിയിൽ ഒരു ആനുകൂല്യം കൊടുത്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റത്തില്ല എന്ന് ഞങ്ങൾ പല പ്രാവശ്യം സർക്കാരിൻ്റെ ശ്രദ്ധപ്പെടുത്തിയതാണ്. പക്ഷേ ഈ പിന്നെ സൗജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പാക്കുമ്പോഴോ അതിനുശേഷം നമ്മൾ ബഡ്ജറ്റ് ഈ 19-ാം തീയതി ഇന്നലെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഈ സമയത്തൊന്നും ഇതിനു മുമ്പായിട്ട് നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്ന് പോലും ഒന്ന് സംസാരിക്കാൻ വേണ്ടി നമ്മൾ സ്വകാര്യ ബസ് ഉടമ സംഘടനകളെ വിളിക്കാനോ അവരുമായിട്ടൊരു ഒരു ചർച്ച നടത്താനോ ഒന്നും സർക്കാർ തയ്യാറായിട്ടില്ല. പക്ഷേ ഞങ്ങൾ ശുഭാപ്തി വിശ്വാസത്തിലാണ്. ഇതിനുശേഷം സർക്കാർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു. പക്ഷേ ഞങ്ങളൊരു പ്രപ്പോസൽ സർക്കാരിന് മുമ്പിൽ വെക്കുകയാണ്. അത് എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് ഒരു കിലോമീറ്ററിന് ഒരു 55 രൂപ വാടക തരിക. ഒരു കിലോമീറ്റർ നമ്മൾ സർവീസ് നടത്താൻ ഒരു സ്വകാര്യ ബസ്സിന് 55 രൂപ വാടക തരിക. ഞങ്ങളതിൻ്റെ അവസാനം ഞങ്ങൾ കൃത്യമായിട്ട് ചിലവ് കണക്ക് കൂട്ടി പറഞ്ഞിട്ടുണ്ട്. 50 രൂപ 65 പൈസ ചിലവിലാണ് ഞങ്ങൾ ഒരു കിലോമീറ്റർ സർവീസ് നടത്തിക്കൊണ്ടിരുന്നത്. അതൊരു 250 കിലോമീറ്റർ സർവീസ് നടത്തുന്ന ഒരു ബസ്സിന് വരുന്ന ചിലവാണ്. ഇതിനകത്ത് ഇതുമായിട്ട് ബന്ധമുള്ള ആളുകൾക്കോ അല്ലെ ഇതിനകത്ത് വൈദഗ്ധ്യമുള്ള ആളുകളെയോ സമീപിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും ചോദിക്കാം, ഇതിന് ഏത് ചിലവാണ് ഞങ്ങൾ ഇതിനകത്ത് കൂടുതൽ എഴുതിയിരിക്കുന്നതെന്ന്. ഇതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ടല്ലോ, ഈ ഡിപ്രീഷിയേഷൻ എഴുതിയിരിക്കുന്നത് നമ്മൾ 2 രൂപ 25 പൈസയേ ഉള്ളൂ കേട്ടോ. ആ ഡിപ്രീഷിയേഷൻ അവസാനം എഴുതിയിരിക്കുന്നത് 2 രൂപ 25 പൈസയാണ്. അത് 29.70 അവർ അടിച്ചു വെച്ചു. 2 രൂപ അത് മൊത്തം തുക കൂടുന്നില്ല, 2.25 ഡിപ്രീഷിയേഷൻ. അപ്പം ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾക്ക് ഡീസൽ ഒരു 3.5 കിലോമീറ്റർ 1 ലിറ്റർ ഡീസൽ വണ്ടി ഓടാൻ പറ്റുള്ളൂ. ഡീസലിന് നമുക്ക് ഇപ്പോഴത്തെ 104 രൂപ വെച്ച് 29.70 പൈസ 1 ലിറ്റർ ഒരു കിലോമീറ്റർ സർവീസ് നടത്താനാകും. ജീവനക്കാരുടെ ശമ്പളം ഞങ്ങൾ 12 രൂപയാണ് ജീവനക്കാരുടെ ശമ്പളമായിട്ട് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു 2 ജീവനക്കാർക്ക് ഒരു 2400 രൂപ 2500 രൂപ ശമ്പളം കൊടുക്കണം. അതുകൂടാതെ ഞങ്ങൾ 3ാമത് ജീവനക്കാരുണ്ട്, അവരുടെ ശമ്പളത്തിന് നമ്മൾ പകുതിയെ കൂട്ടിയിട്ടുള്ളൂ, എല്ലാ വണ്ടിയിലും ഇല്ല. അതുപോലെ തന്നെ പല ശമ്പളം ഞങ്ങൾ പലർക്കുമായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അതെല്ലാം കൂടെ കൂട്ടി ഞങ്ങൾ ഒരു കിലോമീറ്ററിന് 12 രൂപ മാത്രമേ ശമ്പളവും ജീവനക്കാരുടെ ബോണസും വെൽഫെയർ ഫണ്ടും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം കൂടി ആയിട്ട് കൂട്ടിയിട്ടുള്ളൂ. നികുതിയായിട്ട് നമ്മൾ റോഡ് നികുതിയായിട്ട് കൂട്ടിയിരിക്കുന്നത് 1 ലക്ഷം രൂപയാണ് ഒരു വർഷം കൂട്ടിയിരിക്കുന്നത്. അതിന് 1 രൂപ 10 പൈസ കിലോമീറ്റർ ആവും. അതിപ്പോൾ 50% കുറച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ 1.10 എന്നുള്ളത് 55 പൈസയാകും. പിന്നെ ടയറിന് ഒരു 350 രൂപ ഏറ്റവും മിനിമമായിട്ട് ഞങ്ങൾ കൂട്ടിയിരിക്കുകയാണ്. ഒരു ദിവസം 350 രൂപ ടയറിന് ചിലവാകും. അതിന് 1 രൂപ 40 പൈസ. ഇൻഷുറൻസ് ആയിട്ട് ഏതാണ്ട് 1 ലക്ഷം രൂപ ആവറേജ് ഇൻഷുറൻസ് വരുന്നുണ്ട് ഒരു ബസ്സിന്. അത് നമ്മൾ 1 രൂപ 10 പൈസ ഇൻഷുറൻസിന് ചിലവ് കൂട്ടിയിരിക്കുന്നു. ഫീസും പിഴയൊക്കെ ആയിട്ട് ഒരു കിലോമീറ്റർ 35 പൈസയാണ് കൂട്ടുന്നത്. ഒരു വർഷം 31,000. യഥാർത്ഥത്തിൽ അതൊന്നുമല്ല. ഞങ്ങളോട് ഇനി അത് ആവർത്തിക്കുകയെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങളോട് കഴിഞ്ഞ വർഷം ഓരോ വണ്ടിയും 50,000 രൂപയ്ക്ക് മുകളിൽ ഫൈൻ തന്നെ അടച്ചിട്ടുണ്ട്. ചുമ്മാ റോഡിലിട്ട് പിടിച്ച് ഓരോ കാരണങ്ങളുടെ പേര്. അപ്പോൾ ഇപ്പോഴും ഈ സർക്കാർ വന്നു കഴിഞ്ഞും പറയാതിരിക്കാൻ പറ്റിയല്ല. കഴിഞ്ഞ ദിവസം എല്ലാ വണ്ടികളും പരിശോധിച്ച് പിഴ അടിച്ചിരിക്കുന്നത് വണ്ടിയിൽ ഈ കട്ടത്തടി ഇല്ല എന്ന് പറഞ്ഞൊരു വണ്ടിക്ക് 250 രൂപ. അതായത് ഊട് വെക്കാൻ സാധനമില്ല, ഊട് വെക്കാനുള്ള തടിയല്ല, ഇപ്പോൾ ഒരു ഇരുമ്പ് കൊണ്ടുള്ള സാധനമാണ് ഈ വണ്ടി ജയ്സ വരുന്നത്. അത് വണ്ടിയെ കണ്ടില്ല എന്ന് പറഞ്ഞ് പോലും ഫൈൻ അടിക്കുന്ന സംവിധാനമാണ്. അപ്പോൾ എങ്കിൽ പോലും ഞങ്ങൾ അതിന് 35 പൈസയെ ഒരു കിലോമീറ്റർ വെച്ചിട്ടുള്ളൂ. അതൊരു 31,500 രൂപ ഒരു വർഷം വരുമെന്നുള്ള കണക്കൂട്ടലാണ്.
മെയിൻ്റനൻസ് ചിലവായിട്ട് ഞങ്ങൾ 2,02,500 രൂപ ഒരു വർഷം കൂട്ടിയിരിക്കുകയാണ്. 2,500 രൂപ കിലോമീറ്റർ ഇട്ടിരിക്കുകയാണ്. ഒരു വണ്ടി ഒരു ടെസ്റ്റ് വർക്കുകളൊക്കെ നടത്തി വർഷത്തിലൊന്ന് റോഡിൽ ഇറക്കണമെങ്കിൽ 1,00,000 രൂപയിൽ കൂടുതൽ ചിലവാണ്. പിന്നെ നമുക്ക് പീരിയോഡിക് മെയിൻ്റനൻസ് ആയിട്ട് ഇതിന് ഓയിൽ മാറണം. ഓയിൽ ഒരു 6 മാസം കൂടുമ്പോൾ ഓയിലും ഗിയർ ഓയില്, ഹൗസിംഗ് ഓയില്, എഞ്ചിൻ ഓയിലെല്ലാം മാറിക്കൊണ്ടിരിക്കണം. പിന്നെ അതിൻ്റെ ഓയിൽ ഫിൽറ്റർ, ഡീസൽ ഫിൽറ്റർ എല്ലാം മാറണം. പിന്നെ ലൈനർ അടിക്കണം. ആഴ്ചയിലൊഴിച്ചാൽ ഗ്രീസ് അടിച്ചുകൊണ്ടിരിക്കണം. അതുകൂടാതെ വീൽ ഗ്രീസൊക്കെ ഒരു 40,000 കിലോമീറ്റർ വീൽ ഗ്രീസ് 4 ഗ്രീസ് മാറിക്കൊണ്ടിരിക്കണം. ഇതെല്ലാം കൂടെ അത് ഈ ചിലവുകൾ കൂടാതെ നമുക്ക് വരുന്ന ഗിയർ ബോക്സ്, എഞ്ചിന്, പിന്നെ ഇതിൻ്റെ ഹൗസിങ്, ഇങ്ങനെയുള്ള ജോയിൻ്റ്, ഇങ്ങനെയുള്ള ഓരോ സാധനത്തിനും പണി വന്നുകൊണ്ടിരിക്കും. ഇതെല്ലാം കൂടെ കണക്കൂട്ടി നമ്മൾ ഒരു വർഷത്തേക്ക് 2,02,500 രൂപ ഏറ്റവും കുറഞ്ഞ രീതിയിൽ കൂട്ടുമ്പോഴാണ് 2,500 രൂപ വരുന്നത്. ഡിപ്രീഷിയേഷനായിട്ട് 2,500 രൂപ, 45 ലക്ഷം രൂപ മുടക്ക് വരുന്ന ഒരു വണ്ടി റോഡിലിറങ്ങി ഇപ്പോൾ 22 വർഷം വരെ ഓടാൻ സ്വകാര്യ ബസ്സുകൾക്ക് അനുവാദം തന്നിട്ടുണ്ട്. ആ 22 വർഷം ഓടിയാൽ ഒരു 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 ദിവസം 560 രൂപയോളം വരും. ആ 560 രൂപ 250 കിലോമീറ്റർ വീതിച്ചാണ് 2,500 രൂപ. അങ്ങനെ ആകെ 50 രൂപ 65 പൈസ നമുക്ക് ചിലവ് വരുന്നു. അപ്പം ഞങ്ങൾ 55 രൂപയാണ് ചോദിക്കുന്നത്. 55 രൂപ ചോദിച്ചാൽ 4 രൂപ 35 പൈസ വെച്ച് ഈ ഒരു ഉടമയ്ക്ക് ഒരു കിലോമീറ്ററിന് കിട്ടാനുള്ളൂ. അതിപ്പം നമ്മൾ ഈ ഡീസലിന് വില കൊടുത്തപ്പോൾ 4,90 ആകും. അങ്ങനെയാണെങ്കിൽ പോലും 250 കിലോമീറ്റർ ഓടുന്ന ഒരു വണ്ടിക്ക് 1,250 രൂപയിൽ കുറഞ്ഞ ഒരു തുകയെ ഉടമയ്ക്ക് ഇതിൽ നിന്ന് കിട്ടത്തുള്ളൂ. 50 ലക്ഷം രൂപ 45 ലക്ഷം രൂപ മുടക്കി ബസ്സെടുത്ത ഉടമയാണ്. അവർക്ക് ഇതിൻ്റെ പുറകിൽ അവർക്കൊരു ശമ്പളത്തിലുമില്ല. ഒരാളിൻ്റെ ശമ്പളം നമുക്കൊരു ലാഭമായിട്ട് കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഏറ്റവും കുറഞ്ഞ ഒരു പ്രപ്പോസലാണ് സർക്കാരിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. സർക്കാരിന് 1 രൂപ പോലും ബാധ്യതയില്ലാതെ സർക്കാരിന് നടപ്പാക്കാൻ പറ്റും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഇപ്പം ഞങ്ങൾക്ക് 55 രൂപ കിലോമീറ്റർ റേറ്റ് ഞങ്ങൾക്ക് EPK എന്ന് പറയും, ഏൺ പ്രോഫിറ്റ് പിന്നെ പെർ കിലോമീറ്റർ. അപ്പം ഒരു കിലോമീറ്ററിന് നമുക്ക് 55 രൂപ വരുമ്പോൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സുകൾ, ഞങ്ങൾക്കറിയാവുന്ന കാര്യം, ഞങ്ങളുടെയൊക്കെ ബസ്സുകൾ പല വണ്ടികളും ഈ 55 രൂപയിൽ കൂടുതൽ ഓടുന്ന ബസ്സുകളാണ്. എന്നാൽ കുറേ വണ്ടികൾ 55 രൂപ വരാത്ത ബസ്സുകളുമുണ്ട്. ഇതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ അശാസ്ത്രീയമായിട്ടുള്ള സർവീസാണ്. അതായത് നമുക്കൊക്കെ നിങ്ങളൊക്കെ കേക്കർ റോഡിലും എംസ് റോഡിലും ഒക്കെ വണ്ടി കാണുന്നതായിരിക്കും. ഒരു 800-850 യാത്രക്കാർ ഒരു വണ്ടിക്ക്, ഒരു 800-850 യാത്രക്കാർ ഒരു ബസ്സിൽ കയറിയാൽ ആ വണ്ടി ഒരു കിലോമീറ്റർ കളക്ഷൻ 65 മുകളിലേക്ക് വരും. ഒരു 800-850 അത്ര യാത്രക്കാർ വരാതിരിക്കുമ്പോഴാണ്. ആ വരാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ സ്വകാര്യ ബസ്സുകളുടെ കൂടെ കിടന്ന ആവശ്യമില്ലാതെ KSRTC ഓടുന്ന ഇങ്ങനെയുള്ള സംവിധാനങ്ങളാണ്. അതുപോലെ ഇപ്പോൾ ഒരു സർക്കാരിനാണെങ്കിൽ സർക്കാരിന് ഇപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളുടെ ചാർജാണേലും അതുപോലെ മറ്റു കാര്യങ്ങളാണേലും എല്ലാം ബസ് എവിടെ ഓടണം, ബസ്സിൻ്റെ എവിടെയെല്ലാം ബസ് ഓടണം, സ്വകാര്യ ബസ്സാണേലും KSRTC എവിടെ ഓടണം, ഏത് സമയത്ത് ഓടണം, ഇതെല്ലാം തീരുമാനിക്കുന്ന സർക്കാരാണ്. സർക്കാർ വേണ്ട രീതിയിൽ അത് ശാസ്ത്രീയമായിട്ടൊന്ന് അതൊന്ന് പുനഃക്രമീകരിച്ചാൽ ഈ വണ്ടികളെല്ലാം 65 രൂപയ്ക്ക് മുകളിലുള്ള കിലോമീറ്റർ കളക്ഷൻ ഓടിക്കാൻ ഗവൺമെൻറ്റിനെ കൊണ്ട് സാധിക്കും. അപ്പം ഞങ്ങൾക്ക് 55 രൂപ എന്നാലും സർക്കാരിന് ഒരു 65 രൂപ കളക്ഷനിലേക്ക് ഇത് വരുത്താൻ, കിലോമീറ്റർ കളക്ഷനിലേക്ക് വരുത്താൻ സർക്കാർ വിചാരിച്ചാൽ നിസ്സാരമായിട്ട് സാധിക്കും. അപ്പം സർക്കാരിന് ഈ കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾ ഒരു ദിവസം ഈ ഒരു 25 ലക്ഷം കിലോമീറ്ററിൽ കൂടുതൽ 30 ലക്ഷത്തിനടുത്ത് കിലോമീറ്ററാണ് സർവീസ് നടത്തുന്നത്. ഇവിടെ 30 ലക്ഷം കിലോമീറ്ററോളം സർവീസ് നടത്തുകയാണ്. 25 ലക്ഷം കിലോമീറ്ററിനും 30 ലക്ഷം കിലോമീറ്ററിനും ഇടയ്ക്കാണ് കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾ ഒരു ദിവസം ഓടുന്നത്. ഒരു 10 രൂപ അധിക വരുമാനം, 65 രൂപ കിലോമീറ്റർ കളക്ഷനിലേക്ക് വന്നാൽ ഞങ്ങൾക്ക് 55 രൂപയും തരുവാണ്. ഒരു 10 രൂപ അധിക വരുമാനം തന്നാൽ സർക്കാരിന് 2.5 കോടി 3 കോടി രൂപ ഒരു ദിവസം ഈ സ്വകാര്യ മേഖലയിൽ സർക്കാരിന് വരുമാനമാകും. അതേ വരുമാനം KSRTCക്കും കിട്ടും. ആവശ്യമനുസരിച്ച് വണ്ടികൾ ആവശ്യമുള്ളിടത്ത് മാത്രം ഓടുവാണ്. അതായത് പീക്ക് ടൈമിൽ അല്പം വണ്ടി അടുപ്പിച്ച് വിടുകയും ആൾ കുറഞ്ഞ സമയത്ത് വണ്ടി ഇതിൻ്റെ ഒരു 60% ബസ് ഓടുന്നതിൻ്റെ 60% ഇന്ധന ചിലവാണ്. അപ്പോൾ ഇന്ധന ചിലവ് നമ്മൾ ആവശ്യമായ യാത്രക്കാരില്ലാതെ വെറുതെ ഇന്ധനം കളയുന്ന ആ സംവിധാനമൊക്കെ അങ്ങ് മാറുവാണെങ്കിൽ ഇത് നല്ലൊരു സംവിധാനത്തിലേക്ക് വരും. അപ്പം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സ്വകാര്യ ബസ്സുകൾ കിലോമീറ്ററിന് 55 രൂപ വാടക നിശ്ചയിച്ച് വാടക ഉടമയ്ക്ക് നൽകി ജീവനക്കാരുടെ നിയന്ത്രണം സർക്കാർ ഏറ്റെടുത്ത് വരുമാനം മുഴുവനായിട്ട് സർക്കാർ എടുക്കണം. അതുപോലെ തന്നെ ജീവനക്കാരുടെ വേതനവും ഇന്ധനം ഉൾപ്പെടെ മുഴുവൻ ചെലവുകളും ഈ 55 രൂപയ്ക്കകത്ത് ഞങ്ങൾ വഹിച്ചോളാം. അതുപോലെ സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് ഒരു കൈമാറ്റ സാധനത്തോടെ ഞങ്ങൾ ഉടമയിൽ നിലനിർത്തണം. താഴ്ന്ന വരുമാനക്കാരായ സ്ത്രീകൾക്കും, അതാണ് അതിനകത്തെ പ്രധാന കാര്യം, താഴ്ന്ന വരുമാനക്കാരായ സ്ത്രീകൾക്ക് മാത്രമായി സൗജന്യ യാത്ര പരിമിതപ്പെടുത്തിക്കൊണ്ട് എല്ലാ സ്വകാര്യ KSRTCകളിലും ഒരേപോലെ നടപ്പാക്കുക. സർക്കാരിന് അധിക ബാധ്യത വരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ അധികമാരും ശ്രദ്ധിക്കാത്തൊരു കാര്യം, സർക്കാർ പോലും വേണ്ട രീതിയിൽ അത് പരിഗണിച്ചിട്ടുണ്ടോ, അത് മാധ്യമങ്ങളും അത് പരിഗണിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ യാത്രക്കാരുടെ എണ്ണം നോക്കിയല്ല നമ്മൾ ഈ സൗജന്യ യാത്ര കൊടുക്കുമ്പം ആളുകളിലേക്ക് ഇത് എത്തുന്നത്, എങ്ങനെ സ്ത്രീകളിലേക്ക് ഇതെത്തും, അത് യാത്രക്കാരുടെ എണ്ണം നോക്കിയല്ല
അത് കണക്കാക്കേണ്ടത് യാത്രയുടെ എണ്ണം നോക്കിയാണ്. ഞങ്ങൾ ഒരു 35 വർഷത്തിന് മുകളിലായിട്ട് ബസ് സർവീസ് നടത്തുന്ന ആളാണ് ഞാൻ. ഞങ്ങളൊക്കെ ഈ മേഖലയിൽ വർഷങ്ങളായിട്ട് ഈ ബസ് സർവീസും കൊണ്ട് നടക്കുന്ന ആളാണ്. ഞങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാകും. നമ്മളെ യാത്രക്കാരിൽ ഏതാണ്ട് ഒരു 80% വല്ലപ്പോഴും യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു 20% ആളുകളുള്ളൂ. അവർ സ്ഥിരം യാത്രക്കാരാണ്. ഈ സ്ഥിരം യാത്രക്കാർ 20% സ്ഥിരം യാത്രക്കാർ ഒരു മാസത്തിൽ ഒരു 50 യാത്ര ചെയ്യും. അപ്പം ബാക്കി 80% ആളുകൾ ഒരു മാസത്തിൽ അവർ ഒരു 8 യാത്ര, മാക്സിമം ഒരു 8 യാത്ര ചെയ്യുള്ളൂ. പല ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ആവശ്യത്തിന് മാർക്കറ്റിൽ പോവുക, മറ്റു കാര്യങ്ങൾക്കൊക്കെ പോവുക ചെയ്യുന്ന ആളുകൾ. ഈ 80% വരുന്ന ഈ യാത്രക്കാർ 8 യാത്ര ചെയ്യുമ്പോൾ ബാക്കി 20% ആളുകൾ 50 യാത്ര ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇതിന് ബഹുഭൂരിപക്ഷ യാത്ര അവരാണ് നടത്തുന്നത്. ഇനി 20% സ്ഥിരം യാത്രക്കാരിൽ ഒരു 3-4% ആളുകൾ മാത്രമേ ഉള്ളൂ നമ്മൾ അതിനകത്ത് സാമ്പത്തിക ശേഷി കുറഞ്ഞ ആളുകൾ. ബാക്കി 16-17% ഉയർന്ന ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർ, സർക്കാർ ഉദ്യോഗസ്ഥർ, ബാങ്ക് ജീവനക്കാർ, അല്ലെങ്കിൽ ബാങ്ക് ഉദ്യോഗസ്ഥർ, അല്ലെങ്കിൽ അധ്യാപകർ, ഇങ്ങനെയുള്ള ആളുകളാണ്. ഞാനത് വേറൊരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥ ആരെങ്കിലും ആട്ടെ, അവർ പോകുമ്പം അവർ ചിലപ്പം മുണ്ടക്കയത്തു നിന്നായിരിക്കും കോട്ടയത്ത് നിന്ന് ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ തലയോളപ്പുറമിൽ നിന്നായിരിക്കും കോട്ടയത്ത് നിന്ന് ജോലി ചെയ്യുന്നത്. ബാക്കി 3-4% താഴ്ന്ന വരുമാനക്കാരായ സ്ത്രീകൾ അവരൊരു കട ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ മറ്റേ അതുപോലെയുള്ള കാര്യങ്ങൾക്ക് പോകുന്ന ആൾക്കാരാണ്. അവർ ഒരു 10 കിലോമീറ്ററിനുള്ളിൽ യാത്ര ചെയ്യാറില്ല. അതായത് പരമാവധി ഒരു 10 കിലോമീറ്റർ. അവർ ഒരു കട ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന അവരെ സംബന്ധിച്ചോളം അവർ 50 കിലോമീറ്റർ അകലെ പോയോ 40 കിലോമീറ്റർ അകലെ പോയോ ജോലി ചെയ്യാൻ തയ്യാറാകുകയില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സൗജന്യ യാത്രയുടെ 75%, ഞങ്ങളൊരു കണക്കിൽ കൂടെ തന്നെ ഞങ്ങളിവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത് വെച്ച് നമ്മൾ കണക്ക് കൂട്ടിയാൽ 3000-ഓളം KSRTCകളിൽ ഏതാണ്ട് 21 ലക്ഷം ആളുകളാണ് ദിവസം യാത്ര ചെയ്യുന്നത്. അതൊരു കണക്കാണ്, ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന കണക്കാണ്. ഞങ്ങളുടെ വണ്ടിയിൽ 650-700 ആളുകളാണ് ഒരു ദിവസം യാത്ര ചെയ്യുന്നത്. അതെല്ലാം KSRTCയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതിനകത്ത് 65% ഈ സൗജന്യ യാത്രയോട് വന്നപ്പോൾ ഒരു 65% സ്ത്രീകൾ ആയിരിക്കും. കാരണം നേരത്തെ ഒരു 50-55-60% ഉണ്ടായിരുന്നു. അതിന് ശാലം കൂടെ കൂടിക്കാണ് ഒരു 65% സ്ത്രീകൾ. അപ്പോൾ ഒരു 14 ലക്ഷം സ്ത്രീ യാത്രക്കാർ യാത്ര ചെയ്യുന്നുണ്ടെന്നല്ല, യാത്ര ചെയ്യും. ഇപ്പം ചെയ്യുന്നില്ലായിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം അതുകൂടെ ഇവിടെ പറയുകയാണ്. ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം ഓരോ ദിവസവും ഞങ്ങളുടെ കളക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ വണ്ടികളുടെ സമയം പറ്റും. ആദ്യമൊക്കെ നമ്മൾ KK റോഡിൽ പോരുമ്പം നമ്മൾ KK റോഡിലുള്ള ആളുകൾ KSRTC ബസ്സിൽ കയറി പോകുന്ന സ്ത്രീകൾ, അതായിരുന്നു ആദ്യത്തെ പ്രശ്നം. ഇപ്പം മാത്രമല്ല, അനുബന്ധ റോഡുകളിൽ KSRTC ഇല്ലാത്ത ഇപ്പം റാന്നിക്ക് ഓടുന്ന ഒരു ബസ്, അത് മണിമല ഭാഗത്തുനിന്ന് പോരുന്ന ആൾക്കാർ പ്രൈവറ്റ് ബസ്സിൽ തന്നെ, അവിടെ പ്രൈവറ്റ് ബസ്സേ ഉള്ളൂ. പക്ഷേ അവരിപ്പം കൊടുങ്ങൂരിറങ്ങി സമയം കണ്ടുപിടിച്ച് സ്ത്രീ യാത്രക്കാർ കൊടുങ്ങൂരിറങ്ങി KSRTCക്ക് പോരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഓരോ ദിവസവും നമുക്ക് യാത്രക്കാർ ഇങ്ങനെ കുറഞ്ഞ് വരും. ആൾക്കാരിത് കൃത്യമായിട്ട് ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ കണക്കിന് പറഞ്ഞാൽ ഒരു 60% സ്ത്രീകളെന്ന് പറയുമ്പോൾ 14 ലക്ഷം സ്ത്രീ യാത്രക്കാരുണ്ട്. അതിൻ്റെ ഒരു 20% എന്ന് പറഞ്ഞാൽ ഒരു 3.5 ലക്ഷം സ്ഥിര യാത്രക്കാരും ബാക്കി 80% എന്ന് പറയുമ്പോൾ 10.5 ലക്ഷം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം യാത്ര ചെയ്യുന്ന ആൾക്കാരുമാണ്. അപ്പം ഈ സ്ഥിരം യാത്രക്കാർ 50 പ്രാവശ്യം യാത്ര ചെയ്യുമ്പോൾ നമുക്കത് ഒരു 50 പ്രാവശ്യം യാത്ര ചെയ്യുമ്പോൾ 80% വരുന്നത് മറ്റ് യാത്രക്കാർ 7-8 പ്രാവശ്യം മാത്രമേ യാത്ര ചെയ്യുള്ളൂ. അപ്പോൾ ഈ 3.5 ലക്ഷം സ്ഥിര യാത്രക്കാർ സാമ്പത്തിക 3.5 ലക്ഷം സ്ഥിര യാത്രക്കാരിൽ ഒരു 3-4% ഒരു 60,000 പേരാണ് സാമ്പത്തികമായിട്ട് കഴിവ് കുറഞ്ഞവർ. ബാക്കി 16-17%, അതായത് 2,90,000 പേര് ഉയർന്ന ശമ്പളം വാങ്ങുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ സാമ്പത്തികമായിട്ട് കഴിവുള്ള 2,90,000 സ്ഥിര യാത്രക്കാർ ഒരു മാസം അവർ ഗുണം 50 എന്ന് കൂട്ടിയാൽ 1,45 ലക്ഷം യാത്ര ചെയ്യും. 60% യാത്രക്കാർ സാമ്പത്തികമായിട്ട്, ഈ 80%-ൽ 60% സാമ്പത്തികമായിട്ട് ശേഷിയുള്ള ആൾക്കാരാണ്. അവർ 6,30,000 ഗുണം 8, 50,40,000 യാത്ര ചെയ്യും. അങ്ങനെ വരുമ്പോൾ ആകെ 1,95,40,000 യാത്ര ഈ സാമ്പത്തികമായിട്ട് കഴിവുള്ളവരാണ് നടത്തുന്നത്. താഴ്ന്ന വരുമാനക്കാരെന്ന് പറയുന്ന ആളുകൾ, ആ സ്ഥിരം യാത്രക്കാർ ഒരു 60,000 പേര്, അവർ 50 യാത്ര വെച്ച് നടത്തുമ്പോൾ 30 ലക്ഷം യാത്ര ചെയ്യും. മറ്റു യാത്രക്കാർ അവരൊരു 40% പേര് 4,20,000 ഗുണം 8, 33,60,000 യാത്രയും ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേന് 63,60,000 യാത്ര മാത്രമാണ് സാമ്പത്തിക ശേഷി കുറഞ്ഞ ആൾക്കാർ ചെയ്യുന്നത്. സാമ്പത്തിക ശേഷി ഉള്ള ആളുകൾ ചെയ്യുന്നത് 1,95,40,000 യാത്ര. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമില്ല, യാത്രയുടെ 75% ചെയ്യുന്നത് സ്ഥിരം യാത്രക്കാരാണ്. സർക്കാർ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പേരിലും മറ്റും ഇത്രയും പണം കൊടുക്കുമ്പം അത് ഗവൺമെൻറ് പ്രഖ്യാപിത ലക്ഷ്യത്തിൽ നിന്നൊക്കെ കാര്യങ്ങൾ മാറിപ്പോവുകയാണ്. സർക്കാർ സാധാരണക്കാരും സാമ്പത്തിക ശേഷി കുറഞ്ഞ ആളുകളും ആയിട്ടുള്ള താഴ്ന്ന വരുമാനക്കാരായ സ്ത്രീകൾക്ക് പുരോഗതി ഉണ്ടാകാൻ വേണ്ടി സർക്കാർ ഇത്ര വലിയൊരു കാര്യം ചെയ്യുമ്പം അതിൻ്റെ 75% എത്തിച്ചേരുന്നത് നമ്മുടെ സംസ്ഥാനത്തുള്ള ഉയർന്ന വരുമാനക്കാരായ സ്ത്രീകളിലാണ്. ബാക്കി 25% മാത്രമേ താഴ്ന്ന വരുമാനക്കാരിൽ എത്തുന്നുള്ളൂ. അപ്പോൾ ഈ 25, ഇപ്പോൾ ആ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ 30,000 KSRTCകളിൽ
ഈ സർക്കാർ പറഞ്ഞ 800 കോടി രൂപയുടെ സ്ഥാനത്ത് 200 കോടി രൂപ ഉണ്ടെങ്കിൽ ഈ താഴ്ന്ന വരുമാനക്കാരായ സ്ത്രീകൾക്ക് യാത്രാ സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ആ രീതിയിൽ ഞങ്ങളുടെ ബസ്സുകളുടെ സർക്കാർ ഈ 55 രൂപ വാടക ഏറ്റെടുത്ത് ആ ബസ്സുകളിലൂടെ കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഈ സാമ്പത്തിക മാനദണ്ഡം വെച്ച് താഴ്ന്ന വരുമാനക്കാരായ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കിയാൽ പോലും ഇന്നത്തെ ഈ 800 കോടി രൂപ കൊണ്ട് മുഴുവൻ ആൾക്കാർക്കും കേരളത്തിലെ മുഴുവൻ ആൾക്കാർക്കും സൗജന്യ യാത്ര നടപ്പാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ സ്വകാര്യ ബസ്സുകളുടെ ഗവൺമെൻറ് ഒരു 55 രൂപ വാടക തന്നെ ഏറ്റെടുത്ത് സർക്കാരിന് അതുകൊണ്ട് നഷ്ടമൊന്നും വരത്തില്ല. സർക്കാരിന് അതുകൊണ്ട് ലാഭമേ ഉണ്ടാവുകയുള്ളൂ. ആ കൂടെ കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും സാമ്പത്തിക ശേഷിയുള്ള മുഴുവൻ സ്ത്രീകൾക്കും സൗജന്യ യാത്ര നൽകാൻ സാധിക്കും. അതുവഴി ഈ 70% യാത്രക്കാർ ഇതിന് പുറത്ത് നിൽക്കുക, അവർക്ക് സൗജന്യ യാത്ര കിട്ടുന്നില്ല. ആ മേഖലകളിൽ നിന്നെല്ലാം ബസ്സിന് വേണ്ടിയുള്ള സമ്മർദ്ദം ഉണ്ടാകും. അത് ഈ നമ്മളിപ്പോൾ ഈ മുഴുവൻ MLA-മാരെയും അല്ലെങ്കിൽ ജനപ്രതിനിധികളെയും എല്ലാം കണ്ട ആൾക്കാർ ബസ്സിന് ആവശ്യപ്പെടും. ഓരോ റൂട്ടുകളിലെ സർക്കാർ സാമ്പത്തിക നഷ്ടം സഹിച്ച് കൂടുതൽ KSRTC ബസ്സിൽ ഓടിക്കേണ്ടി വരും. അവിടുത്തെ സ്വകാര്യ മേഖല തീർത്തും തകർത്തുകളയും. KSRTCക്കും സാമ്പത്തികമായിട്ട് ഭയങ്കര നഷ്ടമുണ്ടായി. ഈ പൊതുമേഖലയും ഈ പൊതുഗതാഗത രംഗം KSRTCയും സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ മൊത്തം തകരുകയും ഞങ്ങളുടെ പ്രസിഡന്റ് മുമ്പേ പറഞ്ഞതുപോലെ ഇവിടെ ഒരു വലിയ ഒരു കൂട്ടക്കുഴപ്പം ഉണ്ടാകുകയും അതുവഴി ഏതെങ്കിലും കുത്തക കമ്പനികൾ ഇവിടെ കയറിപ്പറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കൃത്യമായിട്ട് ആവശ്യപ്പെടുന്നത്, ഞങ്ങളുടെ ബസ്സുകളുടെ സർക്കാർ വാടകയ്ക്ക് എടുത്തുകൊണ്ട് നമ്മുടെ മന്ത്രിയും നമ്മുടെ മുഖ്യമന്ത്രിയും ഒക്കെ പ്രാവശ്യം ഇത് അവരാലോചിക്കുന്നുണ്ടെന്ന് പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഇപ്പോൾ അവരതേപ്പറ്റിയൊന്നും പറയുന്നില്ല. സർക്കാരിന് നഷ്ടം വരാത്ത രീതിയിൽ ഞങ്ങളുടെ ഒരു പൈസ പോലും അധിക ചെലവ് വരാത്ത രീതിയിൽ ഞങ്ങളുടെ ബസ്സുകളിൽ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളെയും കൂടെ നിലനിർത്താനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് മത്സരവോട്ടം ഒഴിവാകുകയും ഡ്രൈവർമാരുടെ സമ്മർദ്ദം കുറയുകയും, മത്സരവോട്ടം എന്ന് പറയുമ്പോൾ ഞങ്ങൾ തമ്മിലുള്ള മത്സരവും KSRTC ആയിട്ടുള്ള മത്സരവും എല്ലാം കുറഞ്ഞ് സമ്മർദ്ദം കുറഞ്ഞ് വണ്ടി ഓടിക്കുമ്പോൾ റോഡ് അപകടങ്ങൾ ഗണ്യമായിട്ട് കുറയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഇവിടെ അപകടരഹിതമായ ഒരു പൊതുഗതാഗത സംവിധാനം ഈ കേരളത്തിൽ ഉടലെടുക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതി KSRTC സ്റ്റാൻഡും പ്രൈവറ്റ് സ്റ്റാൻഡും ഏത് വണ്ടിക്കും യഥേഷ്ടം ഉപയോഗിക്കാനുള്ള, എവിടെ നിന്ന് വേണമെങ്കിലും കയറിപ്പോകാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങും എന്നുള്ളത് വേറൊരു സത്യം. കാരണം ഏത് വരുമാനവും KSRTCയിലേക്ക് പോകുമ്പോൾ KSRTC കയറരുതെന്ന് പറയേണ്ട കാര്യമില്ല. ഈ വരുമാനം മുഴുവൻ KSRTCയിലേക്കായിരിക്കും പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ സ്വകാര്യ ബസ്സുകൾ ഞങ്ങൾക്ക് ഡീസൽ അടിക്കാൻ മുതലാകാതെ വരുന്നപ്പോൾ കാലത്തെയും വൈകിട്ടെയും സർവീസുകളൊക്കെ മുടക്കുന്നുണ്ട്. അതെല്ലാം കിലോമീറ്റർ അടിസ്ഥാനത്തിലെങ്കിൽ ആണെങ്കിൽ നമുക്കൊരു രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ ഇവിടുത്തെ പൊതുഗതാഗതത്തെ ശക്തിപ്പെടുത്താൻ പറ്റും. ഈ പൊതുഗതാഗതത്തെ ശക്തിപ്പെടുത്തുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാം ഇവിടുത്തെ വാണിജ്യ മേഖലകളും വ്യവസായ മേഖലയിൽ ഒരു പുത്തൻ ഉണർവ് വരും. രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ പൊതുവെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി മാറും. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു റവന്യൂ വരുമാനം വേറെ വരും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഇടയിൽ ഇന്ന് ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കാത്ത ഒരു വ്യവസായം എന്ന് വേണേൽ പറയാം. ഇങ്ങേയറ്റം മുറുക്കാങ്കട പോയിട്ട് ഇതിലെ ഉന്തുവണ്ടി നടക്കുന്ന ആളുകളുടെ ഇടയിൽ പോലും ഡിജിറ്റൽ പേയ്മെൻ്റ് ഉണ്ട്. നമുക്കൊരു സ്വകാര്യ ബസ്സിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ഒരു സാങ്കേതിക വിദ്യ ഉണ്ട് എങ്കിൽ പോലും നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത് പലതരത്തിലുള്ള ആളുകളുടെ കയ്യിൽ ഈ വ്യവസായം ഇരിക്കുന്നത്. ഇത് ഒറ്റ ശ്രേണിയിലേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു കാർഡ് സിസ്റ്റം കേരളത്തിലുടനീളം ഏത് വണ്ടിയെ കയറിയാലും ഒരു കാർഡും കൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഒരുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഡിജിറ്റൽ സാങ്കേതികവിദ്യ വികസിക്കുകയും ഡിജിറ്റൽ ട്രാൻസാക്ഷൻ കൂടുകയും ചെയ്യും. ഇത് ഖജനാവിലേക്ക് മുൻകൂർ പൈസ കിട്ടാനുള്ള സാഹചര്യം ഒരുക്കും. നമുക്കറിയാം ഒരു കാർഡ് ഒരു മാസത്തേനുള്ള ഒരു കാർഡ് ഡിസ്കൗണ്ട് കൊടുത്ത് ഇറക്കുവാണെങ്കിൽ, ഇപ്പം നമ്മുടെ മെഡിക്കൽ റെപ്പ് അവർ കേരളം മുഴുവൻ സഞ്ചരിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് ഒരു കാർഡ് കൊടുക്കുകയാണെങ്കിൽ ഈ കാർഡ് മുൻകൂട്ടി ചാർജ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ മുൻകൂട്ടി ഖജനാവിലേക്ക് ഫണ്ട് വരുന്ന ഒരു രീതിയിലേക്കും മാറാം. ഇതിന് ഒത്തിരി സാധ്യതകളുണ്ട്. നാളെ AC വണ്ടികൾ ഇറക്കണം, 2 നില വണ്ടികൾ ഇറക്കണം. ഇതിനൊക്കെ വ്യക്തമായ നിയമങ്ങളുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ ഇല്ലാതെ, ആർക്കും പ്രശ്നങ്ങളില്ലാതെ, ഒരു മത്സരോട്ടമില്ലാതെ വേണമെങ്കിൽ ഒരു കൃത്യമായ കിലോമീറ്റർ റേറ്റ് ഒരല്പം കൂട്ടി നല്ല വണ്ടികൾ ഇറക്കാനും പുതിയ രീതികളുള്ള വണ്ടികൾ ഇറക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത. ഈ കേരളത്തിൽ ഒരു പൊതുഗതാഗത നയം തന്നെ നടപ്പിലാക്കട്ടെ, ഞങ്ങളുടെ ഈ ഒരു ശുപാർശ ഗവൺമെൻറ് കേൾക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിക്കുന്നു. പ്രപ്പോസൽ ഞങ്ങളൊന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് സംസാരിക്കാനൊന്നും ഉള്ള ഒരു അവസരം കിട്ടില്ല. ഇപ്പൊ അവിടെ ഈ ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങളവിടെ പ്രപ്പോസൽ ഒന്ന്
ഒന്ന് കൊടുക്കാനേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് സംസാരിക്കാൻ സമയം കിട്ടിയില്ല. ഞാൻ ആ പറഞ്ഞ കാര്യം ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് 55 രൂപ കിലോമീറ്ററിന് 55 രൂപ ഞങ്ങൾക്ക് തരിക, വരുമാനം സർക്കാർ എടുക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതൊരു 65ലേക്ക് വരുത്തിയാലേ സർക്കാരിന് 10 രൂപ കൂടുതൽ, ഒരു കിലോമീറ്ററിന് 10 രൂപ സർക്കാരിന് കിട്ടും. 65ലേക്ക് വരുത്തുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായ കാര്യമാണ്. ഇതൊന്ന് ക്രമീകരിച്ചാൽ മാത്രം 65 70 ആയിട്ട് മാറും ഈ വണ്ടികളുടെ കിലോമീറ്റർ കളക്ഷൻ. ഇല്ല, കണ്ടക്ടർ സർക്കാരിൻ്റെ അധീനതയിലും കൺട്രോളിലും കണ്ടക്ടറെ നിർത്തിക്കൊണ്ട് ബാക്കി ചെലവുകൾ മുഴുവൻ ഞങ്ങൾ വഹിച്ചോളാം. സർക്കാരിന് യാതൊരുവിധ ചെലവുകളും വരുന്നില്ല. 55 രൂപ വെച്ച് കിലോമീറ്റർ, ഈ 55 രൂപയും സർവ്വ ചെലവുകളും ഇപ്പോൾ അടയ്ക്കുന്ന ടാക്സ്, ഇൻഷുറൻസ്, മെയിൻ്റനൻസ്, ക്ഷേമനിധി ഞങ്ങളൊന്നും കുറയ്ക്കാൻ നിൽക്കുന്നില്ല. ഇപ്പം സർക്കാരിലേക്ക് കൊണ്ടുപോകുന്ന ഏത് പൈസയും ഞങ്ങൾ അതിനകത്ത് അടയ്ക്കാനായിട്ട് സമ്മതമാണ്. ഈ ഒരു വ്യവസ്ഥയിൽ ഞങ്ങളുടെ വണ്ടികൾ മാറിക്കൊടുക്കാം. എന്നു വെച്ചാൽ വെളിയിൽ നിന്ന് ഒരു വണ്ടി എടുക്കുന്നതിനെ കഴിഞ്ഞും ഞങ്ങളെ നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ള ഏറ്റവും വലിയ ആവശ്യം. വേരിയേഷൻ വരുന്നുണ്ട്. വേണമെങ്കിൽ നമുക്കിപ്പോൾ ഡീസലിൻ്റെ വേരിയേഷൻ വരുമ്പോഴത്തേക്ക് അതിനകത്ത് ചെറിയ മാറ്റങ്ങൾ വരുത്താം. അത് കുറയുമ്പം കുറഞ്ഞോട്ടെ, കൂടുമ്പം കൂട്ടി തന്നാൽ മതി. ഞങ്ങൾ അതിനകത്ത് ഇപ്പം നമ്മളിപ്പോൾ ഇതിനകത്ത് കണ്ടത് നമ്മൾ ടാക്സ് പറഞ്ഞത് അവർ 50% കുറച്ചു. 50% കുറച്ചോട്ടെ. നമ്മൾ ഇപ്പോഴത്തെ ടാക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ പിന്നെ കുറഞ്ഞ ടാക്സ് നടപ്പിലാകുമ്പോഴത്തേനും, ഇപ്പം നടപ്പിലായിട്ടില്ലല്ലോ, പ്രഖ്യാപിച്ചതല്ലേ ഉള്ളൂ. അത് നടപ്പിലാകുമ്പോൾ അതനുസരിച്ച് ചെയ്തോട്ടെ. പിന്നെ സ്ത്രീകളുടെ സൗജന്യ യാത്രയ്ക്ക് ഞങ്ങളെതിരല്ല. ഞങ്ങളെയും കൂടെ നിലനിർത്തണം. കാരണം ഇത് 1 ലക്ഷത്തോളം ആളുകൾ ജീവിക്കുന്ന, തൊഴിലാളികൾ ജീവിക്കുന്നു, 10,000-8,000-ഓളം ബസ്സുടമകൾ ജീവിക്കുന്നു. ഇതിനകത്ത് ഈ ബസ്സുടമകളെ സംബന്ധിച്ചോളം ഉള്ളൊരു ബുദ്ധിമുട്ട്, പലരുടെയും പുതിയ ബസ്സുകളൊക്കെ എടുത്ത് 60,000, 70,000, 75,000 രൂപ വരെ മാസം ഫൈനാൻസ് അടച്ചുകൊണ്ടിരിക്കുന്ന. പെട്ടെന്നൊരു ദിവസം ഇത് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന 13,000 രൂപ 10,000 ആയിട്ട് മാറിയാൽ ഇതിന് ഒരു വരുമാനം ഇല്ലാതെ വരും. ഒരു 2-3 മാസം ഒരു ഉടമയ്ക്ക് ചിലപ്പം 70,000 രൂപ കയ്യിൽ നിന്ന് എങ്ങനെ പണയം വെച്ചൊക്കെ അടയ്ക്കാൻ പറ്റുന്നിരിക്കും. അതോടെ ആ കുടുംബം നശിച്ചു പോവുക. അതായത് അവർക്ക് പിന്നെ അതിൽ നിന്ന് കരക്കയറാൻ പറ്റില്ല. കാരണം ഈ ബസ്സും അവർ ഫൈനാൻസുകാർ കൊണ്ടുപോകും. ആപ്പാടെ വലിയ പ്രശ്നത്തിലേക്ക് പോകും. അപ്പോൾ ഇതൊരു ചെറിയ കുഴപ്പമല്ല, ഇതൊരു വലിയ ഒരു വിപത്തായിട്ട് തന്നെ ബസ്സുടമകളെ സംബന്ധിച്ചോളം വരും. കാരണം എല്ലാവർക്കും പല ബാധ്യതകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതായിരിക്കും. അവരെല്ലാം ഈ പറഞ്ഞ ഈ വരുമാനം ഏതാണ്ട് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്ന ഈ വരുമാനം കണ്ട് വിദ്യാർത്ഥികളെ പഠിക്കാൻ വിടുന്നവരും അവരുടെ ഫീസ് അടയ്ക്കേണ്ടവരും ഒക്കെ ഉണ്ട്. പെട്ടെന്ന് ആ വരുമാനം ഇല്ലാതെ വന്നു പോയി കഴിയുമ്പം അവരുടെ ഒരു കുടുംബത്തിൻ്റെ ജീവിതം തന്നെ, അത് തൊഴിലാളിക്കാണെങ്കിലും അതുപോലെ തന്നെ. ഞങ്ങളൊരു 1,000, 1,200, 1,200 രൂപ ആവറേജ് ഒരു തൊഴിലാളിക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. ആ വേതനം അവർക്ക് 30 ദിവസം കിട്ടുന്ന എന്ന് പറഞ്ഞ പോലെ കിട്ടുന്നതാണ്. ഇപ്പം ജീവനക്കാർ കുറവായതുകൊണ്ട് പൊതുവെ ജോലിക്കാർ കൂടുതൽ ദിവസം വണ്ടിയെ ജോലി ചെയ്യുന്നുണ്ട്. എല്ലാം പവർ സ്റ്റിയറിംഗ് വണ്ടികളും ബസ്സുകൾ ഡ്രൈവർമാർക്കാണെങ്കിലും, യാത്രക്കാരുടെ എണ്ണം കുറവായതുകൊണ്ട് കണ്ടക്ടർമാർക്കാണെങ്കിലും അധികം ജോലിഭാരമില്ല. അതുകൊണ്ട് അവർ കൂടുതൽ ദിവസം ജോലി ചെയ്യുന്നുണ്ട്. അവർ ഇത് ഒക്കെ ആസൂത്രണം ചെയ്ത് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, അവർക്കും പണിയില്ലാതെ വരിക എന്ന് പറയുമ്പോഴത്തേന് അവരുടെ ആ ഒരു കുടുംബത്തിൻ്റെ താളം തെറ്റും. അപ്പം നമ്മൾ സ്ത്രീ ശാക്തീകരണം എന്ന് സർക്കാർ ഉദ്ദേശിക്കുന്നത് 1 ലക്ഷം കുടുംബങ്ങളിലെ സ്ത്രീകളുടെ പിന്നെ അന്നം മുട്ടിച്ചുകൊണ്ടല്ലോ സ്ത്രീ ശാക്തീകരണം നടത്തുന്നത്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ ശതമാനം സ്ത്രീകൾക്ക് ഗവൺമെൻറ് അവർക്ക് ബസ് യാത്രയിലുള്ള കാശ് ലാഭിക്കാൻ സാധിക്കുമെന്ന് പറയുമ്പം ഏതാണ്ട് തൊഴിലാളി കുടുംബങ്ങൾ, 1 ലക്ഷം തൊഴിലാളി കുടുംബങ്ങൾ, ഞങ്ങൾ 8,000-ഓളം ബസ്സുടമകളുടെ വീടുകളിലും അവിടെ സ്ത്രീകളുണ്ട്. അവരുടെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ട് സ്ത്രീ ശാക്തീകരണം നടപ്പാക്കിയാൽ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അതിനുള്ള മാർഗം സർക്കാർ ഉണ്ടാക്കി തരണം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇതിൻ്റെ എല്ലാ ചെലവുകളും ഞങ്ങൾ വഹിച്ചോളാം. ഇതിന് ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ ഞങ്ങളുടെ കളക്ഷൻ കൂട്ടാനുള്ള അവസരം മാത്രം കൂട്ടിയാൽ മതി. നിസ്സാരം ഞാൻ പറഞ്ഞുതരാം. കോട്ടയം ചേർത്തല റൂട്ടിൽ 11 ബസ് KSRTC ഇവരുടെ കൂട്ടത്തിൽ കടന്നു കൂടുന്നുണ്ട്. ഇതെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ EPK എന്ന് പറയുന്ന സംഭവം 60-നും 70-നും രൂപയുടെ മുകളിലാവും. ഈ ഫണ്ട് KSRTCയിലേക്കാണ് പോകുന്നത്. ഈ KSRTC വണ്ടികളില്ലാത്ത സ്ഥലത്തേക്ക് ഇട്ടാൽ മതി. എന്നുവെച്ചാൽ അവിടുത്തെ കളക്ഷൻ KSRTCക്കാണല്ലോ പോകുന്നത്. KSRTC വേറൊരു സ്ഥലത്ത് ഓടുമ്പോൾ KSRTCയിലേക്ക് പിന്നെയും വരുമാനം വരും. KSRTCക്കും ഇത് നല്ലതാണ്. ഇത് സ്വകാര്യ ബസ്സുകളുടെ കൂട്ടത്തിൽ മത്സരിച്ചോടി ആ കളക്ഷൻ എടുക്കാൻ വേണ്ടിയായിരുന്നല്ലോ. ഇത് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ കളക്ഷൻ മുഴുവൻ KSRTCയിലേക്കാണ് വരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ കിലോമീറ്റർ റേറ്റ് കൂടും. അങ്ങനെ ഇത് നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. ഇത് പൊതുവേ ഉള്ള ധാരണ ഇവിടുത്തെ സ്വകാര്യ ബസ്സുകൾക്ക് കളക്ഷൻ കൂടുതലുണ്ട്, അമിത ലാഭമാണെന്നുള്ള ഒരു ധാരണ മൊത്തത്തിലുണ്ട്. ഞങ്ങളുടെ യഥാർത്ഥ കണക്കാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് അമിതമായ ഒരു ലാഭം വേണ്ട. ഞങ്ങൾ ഇത് കൊണ്ടു നടക്കാനുള്ള സമാധാനത്തോടെ കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളാണ്.
അല്ല, അതിനകത്ത് അതിനോട് ഒരു പരിഹാരമാണിത്. കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചോളം കെ എസ് ആർ ടി സിയുടെ ചിലവ് കൂടാനുള്ള കാരണം അവരുടെ മെയിൻ്റനൻസ് ചിലവാണ്. അവരുടെ പർച്ചേസിങ്ങും മെയിൻ്റനൻസും ഒന്നും ഞങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഞങ്ങളൊരു വണ്ടി ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ ഞങ്ങളുടെ ശ്രദ്ധയില്ലാതെ ആ വണ്ടി ഒരു മെയിൻ്റനൻസ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാവും. ഒരു തുറന്നു പറഞ്ഞാൽ ഒരു ടയർ ഇളക്കി നിറയ്ക്കുമ്പം ഞങ്ങൾ നോക്കി നിന്നില്ലെങ്കിൽ അതിനകത്ത് ട്യൂബ് ചിലപ്പം മാറിപ്പോവും. അതിന് 10,500 രൂപ വിലയുള്ള സാധനമാണ്. ഒരു ഫ്ലാപ്പ്, നല്ല പുതിയ ഫ്ലാപ്പ് മേടിച്ചു കൊടുത്ത് 250 രൂപ 300 രൂപ വിലയുള്ള ഒരു ഫ്ലാപ്പ് മേടിച്ചു കൊടുത്ത് ഇട്ടേക്കാൻ പറഞ്ഞ് ഞങ്ങൾ പോയാൽ ആ ഫ്ലാപ്പ് ആയിരിക്കില്ല ഒരു പക്ഷേ അതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഈ സർവീസ് നടത്തുമ്പം 4,000 5,000 സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സിക്ക് ഇത് എവിടെ ശ്രദ്ധിക്കാൻ പറ്റും? അപ്പോൾ അവർക്ക് മെയിൻ്റനൻസും അവരുടെ പർച്ചേസുമാണ് അവരുടെ നഷ്ടത്തിൻ്റെ കാരണം. കുറച്ച് ജീവനക്കാർ 10-25 സ്ഥിരം ജീവനക്കാരുണ്ട്. അവരുടെ ശമ്പളവും അവർക്ക് കൂടിയ തോതിൽ ശമ്പളം കൊടുക്കുകയും ചെയ്യണമെങ്കിൽ ഇതാണ് അവരുടെ നഷ്ടത്തിൻ്റെ കാരണം. അതിനകത്ത് പ്രധാന നഷ്ടം മെയിൻ്റനൻസും സർവീസുമാണ്. ഇത് ഞങ്ങൾ പറയുന്ന ഈ സംവിധാനം നടപ്പിലാക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഭാവിയിലെ കെ എസ് ആർ ടി സിക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടികൾ ഇതേ റേറ്റിൽ തന്നെ ഞങ്ങൾക്ക് സ്വകാര്യ മേഖലയിലുള്ള ആൾക്കാർക്ക് ഒരു വണ്ടി ഒരു 50 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് മേടിച്ചുകൊണ്ട് ഒരു വണ്ടി വിട്ടുകൊടുക്കട്ടെ. ആ വണ്ടിയുടെ 55 രൂപ വെച്ച് അവർക്ക് കൊടുക്കട്ടെ. ബാക്കി കിട്ടുന്ന കളക്ഷൻ കെ എസ് ആർ ടി സി എടുക്കാമല്ലോ. ഒരു ചിലവും ഇല്ലല്ലോ. ജീവനക്കാരുണ്ടെങ്കിൽ ജീവനക്കാരെ വിടുന്നതിൻ്റെ ശമ്പളം മാത്രം കെ എസ് ആർ ടി സി വഹിച്ചാൽ പോരെ. ഈ 55 രൂപ റേറ്റിൽ ഏത് വണ്ടി എടുത്ത് ഓപ്പറേറ്റ് ചെയ്ത് അത് വിജയിപ്പിച്ച് കാണിക്കാൻ ഇപ്പം ഈ മേഖലയായിട്ട് ബന്ധമുള്ളവർക്ക് സാധിക്കും. അപ്പം കെ എസ് ആർ ടി സിക്കും ഭാവിയിൽ അത് പ്രയോജനപ്പെടുത്താവുന്നൊരു കേസാണ് ഞങ്ങൾ പറയുന്നത്. അത് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. ബാധിക്കുന്നവരും ബാധിക്കാത്തവരും ഉണ്ട്. 1 രൂപ പോലും ഈ സൗജന്യ യാത്ര കൊണ്ട് നഷ്ടമില്ലാത്ത കെ എസ് ആർ ടി സി ബസ് ഓടാത്ത റൂട്ടിലുള്ളവർ ഉടമയെ സംബന്ധിച്ചോളം കിട്ടിയത് ബോണസാണ്. അവർ ലോട്ടറി അടിച്ചിരിക്കുക. 4,000-3,000 രൂപ നഷ്ടം വരുന്നവർ ഉടമയെ സംബന്ധിച്ചോളം 125 രൂപ 130 രൂപ 140 രൂപ കിട്ടിയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? പക്ഷേ എനിക്ക് കെ എസ് ആർ ടി സി കൊണ്ട് ഒരു ദോഷമില്ല. എൻ്റെ റൂട്ടിൽ കെ എസ് ആർ ടി സി ഓടുന്നില്ല. എനിക്കെന്താ കുഴപ്പം? എനിക്ക് ലോട്ടറി അടിച്ചു, എനിക്ക് 150 രൂപയുടെ കിട്ടി, എനിക്ക് ഡെയിലി 140 രൂപ ചുമ്മാ കിട്ടി. ഈ ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത് എല്ലാവരെയും ഒരേപോലെ കണ്ടാൽ ഒക്കുകയില്ല. കാരണം ബാധിക്കുന്നവരും ബാധിക്കാത്തവരെ എങ്ങനെ നമുക്ക് ഒരേ രീതിയിലാണ് ഓരോരുത്തരെയും ബാധിക്കുന്നത്. സംഘടനകളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷനാണ് ഞങ്ങളുടെ സംഘടന. അതിനകത്ത് പിന്നെ കുറച്ച് ബസ്സുകളുള്ളത് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ സംഘടനയൊക്കെയാണ്. കേരളത്തിലെ ഏതാണ്ട് 10,000-ഓളം ബസ്സുകളുള്ള 8,000 ബസ്സുകളെ പ്രതികരിക്കുന്ന ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഫെഡറേഷൻ ഞങ്ങളുടെ സംഘടനയാണ്. ബാക്കി ഈ ഓർഗനൈസേഷനിൽ ഒരു 10,500 ബസ്സുകളുണ്ട്. ബാക്കിയുള്ളവർക്ക് 10 ബസ്സുള്ളവർ 5 ബസ്സുള്ളവർ അവർക്ക് എന്താ പ്രശ്നം? ഇപ്പം KBT എന്നൊക്കെ പറയുന്ന അവർ 13 ബസ്സോ മറ്റോ ആകെയുള്ളൂ. അവരെയൊക്കെ സംബന്ധിച്ചുള്ള അവർക്ക് എന്ത് പ്രസ്താവന വേണമെങ്കിലും ഇറക്കാം. അവരെ ബാധിക്കുന്നില്ലെങ്കിൽ അവർക്ക് പ്രസ്താവന ഇറക്കുന്നതിന് എന്നാ കുഴപ്പം? ഇതിപ്പം നമുക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബഹുഭൂരിപക്ഷം ബസ്സുകളും ഞങ്ങളുടെ സംഘടനയിലാണ്. അതിനകത്ത് ബാധിക്കുന്നവരോട് അതിനകത്ത് ഇത് തന്നെ ഏകാഭിപ്രായത്തിലേക്ക് വരാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം അത് തന്നെയാണ്. ബാധിക്കുന്നവരും ബാധിക്കാത്തവരും ഉണ്ട്. ബാധിക്കാത്തവർക്ക് എന്ത് വേവലാതി? ഇപ്പം അവിടെ കെ എസ് ആർ ടി സി ഇല്ല. ഇപ്പം മലപ്പുറം ജില്ലയിലൊന്നും കെ എസ് ആർ ടി സി ചില 1-2 റൂട്ടുകളിൽ മാത്രമേ കെ എസ് ആർ ടി സി ഉള്ളൂ. അവർക്ക് വേവലാതി ഒന്നുമില്ല. പക്ഷേ നാളെ അവർക്ക് വേവലാതി ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ആളുകൾ ഇപ്പം തന്നെ മലപ്പുറം ജില്ല പ്രശ്നമായി കഴിഞ്ഞു. കാരണം എന്തുകൊണ്ട് മലപ്പുറം ജില്ലയിൽ ഇത്രയും കെ എസ് ആർ ടി സി ബസ് കുറഞ്ഞെന്ന് അവിടുത്തെ യൂത്ത് ലീഗുകാരും ഒക്കെ ചോദിക്കാൻ തുടങ്ങി. കാരണം അത് മുൻകാലങ്ങളിൽ കെ എസ് ആർ ടി സി അല്ലെ ഭരണത്തിലിരുന്ന ആളുകൾ മലപ്പുറം ജില്ലയെ അവഗണിച്ചുകൊണ്ടല്ലേ അവിടെ കെ എസ് ആർ ടി സി ബസ് ഇല്ലാത്ത. ഇപ്പോൾ ഒരു സാഹചര്യം വന്നപ്പോഴത്തേന് സ്ത്രീ സൗജന്യ യാത്ര വന്നു കഴിഞ്ഞപ്പം ബസ്സുള്ളിടത്തേ കിട്ടുള്ളൂ. ബസ്സില്ലാത്തവർക്ക് പ്രതിഷേധമുണ്ട്. അവർ ആ പ്രതിഷേധം ശക്തമായിട്ട് ഉന്നയിച്ച് കഴിയുമ്പം സർക്കാരിന് എവിടുന്നേലും വണ്ടി ഉണ്ടാക്കി അവിടെ ഓടിച്ചേ പറ്റുള്ളൂ. അല്ലെ അതൊരു വലിയ പ്രശ്നമായിട്ട് മാറും. അപ്പം അവർ കൂടുതൽ വണ്ടി ഇറക്കി ഓടിക്കുമ്പം എല്ലാവർക്കും ബാധിക്കും. പക്ഷേ ഇപ്പോൾ തൽക്കാലം അവർക്ക് കുഴപ്പമില്ല. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് സർക്കാരിനെ കൊണ്ട് കൂടുതൽ എവിടുന്ന് വണ്ടി ഉണ്ടാകാനാണ്, എവിടുന്ന് പൈസ ഇരിക്കുന്നത്. അതൊന്നുമല്ല. വണ്ടി ഉണ്ടാവും, വണ്ടി ഓടേണ്ട ആവശ്യമാണ്. സർക്കാർ ഈ പറഞ്ഞ ഏത് രീതി തന്നെയും വണ്ടി ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അതനുസരിച്ച് ഇവിടുത്തെ സ്വകാര്യ മേഖല പൂർണ്ണമായിട്ട് അങ്ങ് നശിച്ചു പോകും. ഇപ്പം ഒരു 20-25% ബസ്സുകൾ ഈ പറഞ്ഞാൽ ഈ 30-ാം തീയതി തന്നെ ഇപ്പം കയറിപ്പോയി. ഇപ്പം ഞങ്ങളുടെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് പ്രസാദ് ജി നായനാക്കിയിട്ട് കുമളി വണ്ടിയുണ്ട്, ഒരു മുണ്ടക്കയം വണ്ടിയുണ്ട്. അത് രണ്ടും നാളെ മുതൽ ഓടണ്ടെന്ന് അയാൾ പറഞ്ഞു. കാരണം അവർക്ക് അങ്ങോട്ട് കാശ് കൊടുത്ത് എത്ര ദിവസം നമുക്ക് വണ്ടി ഓടിക്കാൻ പോയി? 2-3 ദിവസം ആയപ്പോൾ തന്നെ കയ്യിൽ നിന്ന് കാശ് അങ്ങോട്ട് പോവുകയാണ്. ആ ഒരവസ്ഥയിൽ ആരെങ്കിലും വണ്ടി ഓടിക്കുമോ? അപ്പം അങ്ങനെ വരുന്ന വണ്ടികൾ ആദ്യമേ കയറി കിടക്കും.
അത് കയറി കിടക്കുമ്പം അതിന് മുമ്പിലും പുറകിലും കൊടുത്ത് സ്വകാര്യ ബസ്സുകൾക്ക് തന്നെ അല്പം കളക്ഷൻ കൂടുതൽ കിട്ടും. നമ്മൾ 13,000 14,000 വണ്ടി ഓടിക്കൊണ്ടിരുന്ന വണ്ടി 10,000-ലേക്ക് അല്ല 11,000-ലേക്ക് വന്നാൽ അത് പിന്നെ ഓടിക്കാൻ പറ്റുകയില്ല. പക്ഷേ ഈ 11,000-ലേക്ക് വരുമ്പോൾ ആ 11,000 രൂപ കളക്ഷൻ അവിടെ ഉണ്ട്, ആ വണ്ടിക്ക് ഉണ്ടായിരുന്നു. അത് നാളെ കയറ്റി ഇടുവാണെങ്കിൽ ഈ 14,000 രൂപ കളക്ഷൻ മറ്റു വണ്ടികൾക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടും. അല്ലെ അതിനകത്ത് 2,000-3,000 രൂപ കിട്ടുന്ന വണ്ടികൾ ഓടും, അല്ലാത്തവർ നിന്നു പോകും. ഈ ഒരു അവസ്ഥ ആണ് വരാൻ പോകുന്നത്. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്നത്. ഞങ്ങൾക്ക് ഒരു കിലോമീറ്റർ വാടക എന്ന് ഞങ്ങളുടെ വണ്ടി സർക്കാർ ഏറ്റെടുക്കുക. അതാണ് ഇതിനകത്ത് ഏറ്റവും നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, സർക്കാരിന് ചെയ്യാവുന്ന കാര്യം. അത് സാമ്പത്തിക നഷ്ടം ഇല്ലാത്ത രീതിയിൽ സർക്കാർ ആലോചിച്ച് ചെയ്ത് സർക്കാരിന് അതുകൊണ്ട് സാമ്പത്തിക നഷ്ടം വരികയില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. മുഖ്യമന്ത്രി കണ്ടിരുന്നു ഞങ്ങൾ ഈ നിവേദനമൊക്കെ കൊടുത്തിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയില്ല. ഞങ്ങളുടെ പ്രശ്നങ്ങളല്ലേ, നിങ്ങൾ സ്വകാര്യ ബസ്സുകാരല്ലേ, നിങ്ങളെ പരിഗണിക്കും. അവിടെയും വെച്ച് ഞങ്ങളോട് നേരിട്ട് പറഞ്ഞതാണ്, നിങ്ങളെ പരിഗണിക്കും, നിങ്ങളുടെ കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഞങ്ങൾ കൂടുതൽ പ്രതീക്ഷിച്ച് ഞങ്ങൾ ഈ ബഡ്ജറ്റ് ഞങ്ങൾ കൂടുതൽ പ്രതീക്ഷിച്ചായിരുന്നു. ഞങ്ങൾക്ക് ബഡ്ജറ്റിൽ ഇത്രയൊക്കെ കിട്ടിയുള്ളൂ. അതിൻ്റെ ഒരു നിജസ്ഥിതിയാണ് നിങ്ങളെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയെയും കണ്ടായിരുന്നു, മിനിസ്റ്ററെയും കണ്ടായിരുന്നു. നമ്മൾ ഞങ്ങളൊരു സമരത്തിലേക്കൊന്നും നീങ്ങാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഒരു വണ്ടി നിർത്തി സ്വയം നിന്നു പോകും. നല്ലൊരു ശതമാനം വണ്ടികൾ നിന്നു പോകും. അല്ലാതെ ഇപ്പം നമ്മൾ ഒരു സമരം നമ്മളെ മുമ്പേ സുഹൃത്ത് ചോദിച്ച പോലെ ഞങ്ങൾ സൗജന്യ യാത്രയ്ക്ക് എതിരാണെന്നൊരു സന്ദേശം പരത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അല്ല, ഞങ്ങളിതിനെതിരെ സമരം ചെയ്യുമ്പം സ്ത്രീ സൗജന്യ യാത്രയ്ക്ക് ഞങ്ങളെതിരാണ് എന്നൊരു സന്ദേശം ഞങ്ങൾ കൊടുക്കുന്നില്ല. അതിന് ഞങ്ങളെതിരല്ല, ഞങ്ങളെയും കൂടെ നിലനിർത്തണം എന്നുള്ളൊരു അപേക്ഷ മാത്രമാണ് സർക്കാരിന് മുമ്പിലും ഇവിടുത്തെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലും ഞങ്ങൾക്കുള്ളത്. അല്ലാതെ ഞങ്ങൾക്കൂടെ സർവീസ് നടത്തിക്കുക ഈ തൊഴിൽ ചെയ്ത് ജീവിച്ചു വന്നവരാണ്. ഒരുപാട് ആൾക്കാർ ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്, ഒരുപാട് തൊഴിലാളികൾ ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. അവർക്കൂടെ ഇവിടെ ജീവിക്കാനുള്ളൊരു സാഹചര്യം സർക്കാർ തൊഴിലാളികൾ ജീവിക്കുന്നുണ്ട്. ഞങ്ങളുടെ വണ്ടിയെ തന്നെ പണിത് അതുകൊണ്ട് തന്നെ ജീവിക്കുന്ന ഞങ്ങളുടെ ഉടമകളായ തൊഴിലാളികളുണ്ട്. ഇവരെല്ലാം നിലനിർത്തണം, എല്ലാവരെയും നിലനിർത്തുക എന്നുള്ള ഒരു സാഹചര്യം നോക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ചിരിക്കുന്നത്. ഓക്കെ, നന്ദി പറയാനായിട്ട് ട്രഷറർ വിനോദ്. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ കേട്ട് മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ വേണം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ കാര്യമായിട്ടുണ്ടായിരുന്ന 50% ടാക്സ് കുറച്ചൊരു വലിയ കാര്യമാണ്. എന്നിട്ടും സ്വകാര്യ ബസ് ഉടമകൾക്ക് ഇതൊന്നും പോരെയെന്ന്. പക്ഷേ 3 മാസം കൂടുമ്പോൾ അടയ്ക്കുന്ന ടാക്സ് ആണ് ഈ കുറച്ചിരിക്കുന്നത്. ഒരു ദിവസം ഞങ്ങൾക്ക് ഏതാണ്ട് 150 രൂപ വരെ കിട്ടുന്നുള്ളൂ എന്നുള്ളത് വ്യക്തമായിട്ടൊന്ന് ജനങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ അതൊന്ന് ശ്രമിക്കണം. ഇന്ന് ഞങ്ങളുടെ ഈ പ്രസ് മീറ്റിംഗിൽ ഇവിടെ കടന്നു വന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒറ്റ വാക്കില് കോട്ടയം പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ഒറ്റ കാര്യം കൂടെ, നമ്മൾ ആ തന്ന കണക്കിനകത്ത് ഡിപ്രിസിയേഷൻ്റെ കണക്കിനകത്ത് ഒരല്പം തെറ്റ് വന്നിട്ടുണ്ട്. 29 രൂപ 70 ഒരിക്കൽ കൂടി പറയുകയാണ്. അത് നമുക്ക് 2 രൂപ 25 പൈസയേ ഉള്ളൂ. അതാണ് അതിൻ്റെ ശരിയായ കണക്ക്. എഴുതി നമുക്കൊരു മിസ്റ്റേക്ക് വന്നതാണ്. അതൊന്ന് തിരുത്തി സെറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കും. അല്ല, അത് അതിനകത്ത് നമുക്ക് തിരുത്താം. ഓക്കെ.